കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിന്റെ ശക്തിയാണ്. ലീഗിന് LDF എടുക്കേണ്ട എന്നൊരു തീരുമാനം അങ്ങനെ ഉണ്ടോ? ഇതെല്ലാം പിന്നെ നമ്മൾ ആകാശത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഈ കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിന്റെ ശക്തിയാണ്. അപ്പോൾ അത്തരം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ നമ്മളാരും കൊണ്ട് നടക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവെ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ അത്രയും പോരാ രണ്ടാം പിണറായി സർക്കാർ എന്നുള്ളൊരു അഭിപ്രായം ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ആസ് എ ടീം ലീഡർ CMന്റെ ഒരു അസസ്മെന്റ് എന്താണ്? എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. കാരണം അതൊക്കെ നമ്മുടെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ഒരു പ്രതീതിയാണ്. കാരണം ചില പ്രധാനികൾ നമ്മുടെ രംഗത്തുണ്ടായിരുന്നല്ലോ. ആ പ്രധാനികൾക്ക് പകരം ആവുമോ ഈ വരുന്നവർ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ആരുടെയും ഉദാഹരണം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഏതൊരു ആളെടുത്ത് പരിശോധിച്ചാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുക.